ഇനി ചോദ്യം ചെയ്യണമെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യത്തില് വ്യക്തത വന്നിരിക്കുന്നത്, ഷാജിയും സുധയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ്. മറ്റേതെങ്കിലും സാമ്പത്തികമായ ഇടപാടുകൾ ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ, ലൈംഗികമായി സുധയെ ചൂഷണം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്കറിയാം. പല കേസുകൾ ഈ സമീപകാലത്ത് ഉള്ള പല കൊലപാതക കേസുകൾ പരിശോധിച്ചാലും അവിടെ ഈ വഴിവിട്ട ജീവിതങ്ങൾ, വഴിവിട്ട ബന്ധമൊക്കെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പതിവായി നമ്മൾ കേൾക്കുന്നുണ്ട് പല കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും. കാരണം രണ്ടുപേർക്കും രണ്ട് കുടുംബങ്ങൾ ഉണ്ടാകാം. പിന്നീട് ചെറിയ അസ്വാരസ്യങ്ങൾ ഈ ബന്ധത്തിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് പോലും നീങ്ങുന്നത്. ഒരുപക്ഷെ ഇത് തന്നെയാകാം സുധയും ഷാജിയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണമായതും കൊലപാതകത്തിലേക്ക് നയിച്ചതും. ഈ കാര്യത്തില് നിലവിലും മറ്റ് സംശയങ്ങളൊന്നും പോലീസിനില്ല. കാരണം ഷാജി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇനി അതിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. ആസൂത്രിതമായ കൊലപാതകമായിരുന്നോ എന്ന് അറിയണം. ഷാജിക്ക് ചില പിഴവുകൾ, അതായത് കൃത്യമായും വളരെ ബുദ്ധിപൂർവമാണ് ഷാജി ഈ ക്രൂരകൃത്യം നടപ്പാക്കിയ ശേഷം തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഷാജിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ബുദ്ധിപൂർവമായ നീക്കം ഉണ്ടായി. പക്ഷെ ചില പഴുതുകൾ, അതായത് ഏതൊരു ഒരു കുറ്റകൃത്യത്തിന് ശേഷവും എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിക്കും. അതാണ് ഈ കേസിൽ സംഭവിച്ചത്. അതായത് ഈ മൃതദേഹം അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പക്ഷെ ചില കണക്കൂട്ടലുകൾ, ഇയാളുടെ കണക്കൂട്ടലുകൾ പൊളിയുന്നു. അത് റെയിൽ ഗതാഗതം ഇല്ലാത്ത റെയിൽവേ പാളത്തിൽ മൃതദേഹം ഉപേക്ഷിക്കുന്നു. അതിനുശേഷം CCTV ദൃശ്യങ്ങൾ കൃത്യമായും പലയിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിൽ പോലീസിന്റെ ഒരു അന്വേഷണ മികവ് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ കൊലപാതകത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു.